എൻ്റെ ഹൃദയത്തിൽ മാത്രമല്ല, നമ്മുടെ മാന്യ പ്രേക്ഷകർ ഈ കഴിഞ്ഞ 18 വർഷം ഞങ്ങളുമായിട്ട് പങ്കുവെച്ചതായിരിക്കുന്ന ഒരുപാട് നല്ല അവരുടെ ഫീഡ്ബാക്കുണ്ട്, അവരുടെ അഭിനന്ദനങ്ങളുണ്ട്. അത് മാത്രവുമല്ല, ചെറിയ ചെറിയ അവരുടെ സംശയങ്ങളുമുണ്ട്. അപ്പോൾ ആ സംശയങ്ങൾക്കും കൂടെ ഇന്നത്തെ ഈ ദിവസങ്ങളിലുള്ളതായിരിക്കുന്ന സന്ദേശങ്ങളുടെ കേൾവി നിങ്ങൾക്ക് ഒരു പരിഹാരമായിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ വായിച്ച് കേൾപ്പിച്ച് നമുക്ക് ഈ കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കുവാനായിട്ട് സാധിക്കും. ചിലർ അത്ഭുതത്തോടുകൂടെയും മറ്റു ചിലർ ഭയത്തോടും വേറെ ചിലർ ശത്രുതാ മനോഭാവത്തോടും കൂടി നോക്കിക്കാണുന്ന ഈ കൊച്ചു രാജ്യമായിരിക്കുന്ന ഇസ്രയേൽ വാസ്തവത്തിൽ അതിജീവനത്തിൻ്റെ ഒരു സുവിശേഷം അവർക്ക് ലോകത്തോട് പങ്കുവയ്ക്കുവാനായിട്ടുണ്ട്. അപ്പോൾ ഇസ്രയേൽ അതിജീവനത്തിൻ്റെ കാരണങ്ങൾ, എന്തുകൊണ്ടാണ് ഈ കൊച്ചു രാജ്യം മറ്റ് ചുറ്റുപാടും കിടക്കുന്ന മറ്റ് ലോകരാജ്യങ്ങളെയൊക്കെ അതിശയിപ്പിച്ചുകൊണ്ട് മുന്നേറുന്നത്, വിജയിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവരെ ഭൂമുഖത്ത് നിന്നും തുടച്ചു മാറ്റുവാൻ കഴിയാതിരിക്കുന്നത് എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ, അത്ഭുതകരമായിട്ടുള്ള ആ ചിന്തകൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പലപ്പോഴും ഉണ്ടായിരിക്കാം. അതിന് ചില കാരണങ്ങളുണ്ട്. വിശുദ്ധ ബൈബിളിൽ യേശയ്യാ പ്രവചനം 44 അധ്യായം അതിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ എൻ്റെ സാക്ഷികൾ. ദൈവം ഇസ്രായേൽ രാഷ്ട്രത്തോട് പറഞ്ഞ ഒരു പ്രഖ്യാപനമാണ്, യു ആർ മൈ വിറ്റ്നസ്. രണ്ടാമത് യേശയ്യാ പ്രവചനം 54-ന്റെ 17-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ, ഇസ്രയേലിന് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കില്ല. വിശുദ്ധ ബൈബിളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സത്യമാണത്. അത് ലോകം മനസ്സിലാക്കണം. 3, യേശയ്യാ പ്രവചനം 11-ന്റെ 12-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ലോകരാഷ്ട്രങ്ങൾക്ക് അവരുടെ ചിന്തയ്ക്കും പഠനത്തിനും ജീവനുള്ള ദൈവവിശ്വാസത്തിനുമായി ദൈവം ഉയർത്തിയ ബാനർ, ദൈവം ഉയർത്തിയ കൊടിയാണ്. അത് ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി ഉയർത്തിയ കൊടിയാണ് ദ നേഷൻ ഇസ്രയേൽ. 4-ാമത്തെ കാരണം, ഉൽപ്പത്തി 12-ന്റെ 2-3 തിരുവചനങ്ങൾ. ഇസ്രായേലിൻ്റെ പൂർവ്വപിതാവായിരിക്കുന്ന അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തത്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി സർവ്വലോകത്തിനും നീ ഒരു അനുഗ്രഹമായിരിക്കും. 5-ാമത്തെ കാരണം നാം വായിക്കുന്നത് യേശയ്യാ പ്രവചനം 61-ന്റെ 9-ാമത്തെ തിരുവചനം, ഇസ്രായേലിനെ കാണുന്നവർ ഒക്കെയും അവരെ ദൈവമായിരിക്കുന്ന യഹോവ അനുഗ്രഹിച്ച ഒരു സന്തതി എന്ന് ലോകം അറിയണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ, ജീവനുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ള ഒരു രാഷ്ട്രമാണ്, വ്യക്തികളാണ് അവർ എന്നുള്ളത് ലോകം അറിയണം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാറേ, എനിക്ക് ഇങ്ങനെയൊക്കെ ഈ ഇസ്രായേൽ രാഷ്ട്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, ദൈവം എന്തുകൊണ്ടാണ് ഈ ഇസ്രായേലിനോട് മാത്രം ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നാൻ കാരണം? ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പ് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഇവരെ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്? ദൈവം എല്ലാ രാഷ്ട്രങ്ങളെയും സ്നേഹിക്കേണ്ടതല്ലേ, എല്ലാവരോടും കരുണ കാണിക്കേണ്ടതല്ലേ? അപ്പോൾ ഈ ഇസ്രായേലിനോട് മാത്രം തന്നെ ഇങ്ങനെ ഒരു പ്രത്യേക സ്നേഹം, അതൊരു മുഖപക്ഷമല്ലേ എന്നൊരു സംശയം എൻ്റെ ഹൃദയത്തിൽ. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മനുഷ്യ ചരിത്രത്തിൻ്റെ ആരംഭത്തിലേക്ക് പോയെങ്കിലേ ഇസ്രായേലിനെ എന്തുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്ത് ഒരു പ്രത്യേക ജനമാക്കിയെന്ന് ഗ്രഹിക്കാനായിട്ട് കഴിയുള്ളൂ. അതായത് നമുക്കറിയാം, വളരെ വ്യക്തമായി ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആദമവന്മാരെ സൃഷ്ടിച്ച് ഏറ്റവും മനോഹരമായ ഒരു തോട്ടത്തിലാണ് ദൈവമാക്കിയത്. ഇങ്ങനെ വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ, ദൈവം എല്ലാം വാക്കുകൾ കൊണ്ടാണ് നിർമ്മിച്ചത്, പക്ഷേ ഹി പ്ലാന്റഡ് എ ഗാർഡൻ, ഒരു തോട്ടം നട്ടുണ്ടാക്കിയെന്നാണ്. സർവശക്തനായ സർവ്വജ്ഞാനിയായ ദൈവം മനുഷ്യന് വേണ്ടി ഒരു തോട്ടം ഉണ്ടാക്കിയെടുത്തെങ്കിൽ എത്ര മനോഹരമായിരിക്കും. തീർച്ചയായിട്ടും. മാത്രമല്ല, അവന് എത്രയോ സൗന്ദര്യപൂർണനും ആരോഗ്യപൂർണനും രോഗങ്ങളും ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ അവനെ സൃഷ്ടിച്ച് അവനെ ഈ മനോഹരമായ തോട്ടത്തിൽ ആക്കി. 2 കാര്യങ്ങളെ ആവശ്യപ്പെട്ടുള്ളൂ, വേല ചെയ്യുവാനും കാപ്പാനും അവിടെ ആക്കി. അവൻ സൂക്ഷിക്കേണ്ടത് ആവശ്യമായിരുന്നു. ആ തോട്ടം അവൻ സൂക്ഷിക്കേണ്ടതായിരുന്നു. തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, അവനെ വേല ചെയ്യുവാനും കാപ്പാനും അവിടെ ആക്കി. ഓക്കെ. എന്നാൽ അവൻ അത് സൂക്ഷിച്ചില്ല. പൈശാചികൻ അവിടെ കടന്നു വരുവാനും പൈശാചികൻ്റെ പരീക്ഷണത്തിൽ പരാജയപ്പെടുവാനും ഇടയായി തീർന്നപ്പോൾ ദൈവത്തോടൊരു മറുതലിപ്പ് അവനവിടെ കാണിക്കുകയാണ്. ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ദൈവം ആദ്യമായി മനുഷ്യൻ അവിടെ ചെയ്തു. ആ ചെയ്തതിൻ്റെ ഫലമായി ദൈവത്തോടുള്ള ബന്ധം അവന് നഷ്ടപ്പെടുകയാണ്. അവന് മുമ്പുണ്ടായിരുന്ന ബന്ധം നഷ്ടപ്പെട്ട്, എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, അതായത് മനുഷ്യനെക്കുറിച്ച് പഠിക്കുമ്പോൾ, അവന് 3 ഭാഗങ്ങളാണുള്ളത്: ദേഹം, ദേഹി, ആത്മാവ്. അതായത് സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ഇവിടെ അവൻ്റെ ആത്മാവിൽ മരണം സംഭവിച്ചു.
ദൈവം പറഞ്ഞു നീ തിന്നുന്ന നാളിൽ മരിക്കും. അന്ന് തന്നെ മരണം സംഭവിച്ചു. ആദം പിന്നെയും ജീവിച്ചിരുന്നു 900 ചില്ലുവാനും വർഷം. മരിച്ചില്ലല്ലോ. പക്ഷേ അവിടെ മരിച്ചത് ആത്മീക മരണമാണ് സംഭവിച്ചത്. അതായത് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ആ ബന്ധം നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായി അവനൊരു സോളിഷ്, അവൻ്റെ ആത്മാവ് മരിച്ചു. പിന്നീടുള്ളത് അവൻ്റെ സോളാണ്, ദേഹിയാണ്. ഈ ദേഹിയിലാണ് ഇമോഷനും ഒക്കെ ഉള്ളത്, വികാരങ്ങളും ഒക്കെ. ഈ സോളിൻ്റെ നിയന്ത്രണത്തിലായി മാറി മനുഷ്യൻ. അങ്ങനെ മനുഷ്യന് കൊടുത്ത പേര് തന്നെ സോളിഷ് മാൻ എന്നാണ്. ബൈബിളിൽ മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവനെക്കുറിച്ച് പറയുന്നുണ്ട് പ്രാകൃത മനുഷ്യൻ. പ്രാകൃത മനുഷ്യൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ബൈബിളിൽ നാച്ചുറൽ മാൻ എന്ന് പറഞ്ഞത് സോളിഷ് മാൻ എന്നാണ്. അതുകൊണ്ടാണ് ഈ ആത്മീക കോളത്തിലും ശബ്ദങ്ങൾക്കും നിറങ്ങൾക്കുമൊക്കെ പ്രാധാന്യത കൊടുത്ത് വെടിക്കെട്ടും ഉത്സവങ്ങളും കാര്യങ്ങളിലൊക്കെ ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ അവൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം സോളെന്ന് പറയുന്നത് എമോഷനും അതുപോലെയൊക്കെയുള്ള പാർട്ടുള്ള ഭാഗമാണ്. ആത്മാവല്ല, ആത്മാവ് മരിച്ചുപോയി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് വീണ്ടും ജനിക്കേണ്ടത് ആവശ്യമാണ്, ഈ സോളിഷ് പാർട്ട്. എന്നാൽ ആ സോളിഷ് പാർട്ട് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ അവന് ജഡിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാധാന്യത കൊടുത്ത് അവസാനം കാലങ്ങൾ അല്പം കഴിഞ്ഞപ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ, വിശുദ്ധ ബൈബിളിലെ ആദ്യ പുസ്തകമല്ലേ? അതെ, ആദ്യ പുസ്തകത്തിൽ ആദ്യത്തെ പേജുകളാണിത്. 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഭൂമി ദൈവത്തിന് മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു. ഇംഗ്ലീഷിൽ വായിച്ചാൽ എർത്ത് വാസ് ഫിൽഡ് വിത്ത് കറപ്ഷൻ ആൻഡ് വയലൻസ്. അതായത് കറപ്ഷനും വയലൻസും ഉണ്ടായി, അഴിമതിയും അതിക്രമവും. അതിക്രമം എന്ന് പറയുമ്പോൾ അതായത് മൈറ്റി ബിക്കെയിം ദ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരുത്തിനെ കൊല്ലുക, അവന് ആ വയലൻസ് ആണ്, വയലൻസും കൊണ്ട് നിറയുക. മസിൽ പവർ ഉള്ളവൻ കരിക്കാരൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭയാനകമായൊരവസ്ഥയിലെത്തി. ദൈവം കണ്ടു ഇനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അങ്ങനെ ഈ ലോകത്തെ ഒന്ന് ശുദ്ധീകരിക്കാനാണ് വാസ്തവത്തിൽ ജലപ്രളയം ഉണ്ടാകുന്നത്. ശരി. അതിനുശേഷം ഒരു കുടുംബമേ ഉള്ളൂ, നോഹയുടെ കുടുംബം. ദൈവത്തിൻ്റെ ശിക്ഷാവിധിയായിരുന്നല്ലേ? ദൈവം അത് ശിക്ഷിക്കുകയായിരുന്നു മാനവരാശിയെ. എന്നാൽ ഓർക്കണം, ഇവർക്കൊരു തുടക്കം കൊടുത്തു. അവരോട് ദൈവം പറഞ്ഞ എന്താ? 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നോക്കി. അവരോട് പറഞ്ഞെന്ന് പറഞ്ഞ നോഹയോട് പറഞ്ഞാണോ? അതെ, 9-ാം അധ്യായം 1-ാം വാക്യം. ദൈവം നോഹയെയും, ഞാൻ വായിച്ചോട്ടെ, വായിച്ചു, നോഹയുടെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. അവരോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവിൻ. ഫിൽ ദ വേൾഡ്. നിങ്ങൾ ഭൂമിയിൽ നിറയണം, അവർ പരക്കണം, ഭൂമിയിൽ നിറയണം. അതായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷെ മനുഷ്യൻ എന്താ പറഞ്ഞു? 11-ാം അധ്യായം എടുത്തേ, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം. അവിടെ വായിക്കുന്നു, അവര് പരക്കാതിരിക്കാൻ വേണ്ടി അവരെന്താ ചെയ്തതെന്ന് നോക്കിയാട്ടെ. 11-ാം അധ്യായത്തിൽ വരുമ്പോൾ അവർ ചിതറിപ്പോകാതിരിക്കാൻ വേണ്ടി വരുവീൻ നാം ഒന്നിച്ചു പാർക്കുക. 4-ാം വാക്യം നോക്കിയാട്ടെ, 11-ന്റെ വരുവിൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക. അവരുടെ പർപ്പസ് എന്തായിരുന്നു? ചിതറിപ്പോകരുത്. ദൈവം എന്താ പറഞ്ഞത്? ചിതറിപ്പോകാനാ പറഞ്ഞത്. ദൈവം പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ ആലോചിക്കണം, ജലപ്രളയം കൊണ്ട് ലോകത്തെ നശിപ്പിച്ച് ശുദ്ധീകരിച്ച് നോഹയ്ക്ക് ഒരു പുതിയ തുടക്കം കൊടുത്തിട്ട് അവരുടെ സന്തതികളാണ് വീണ്ടും ദൈവത്തോട് മറുതലിക്കുന്നത്. രണ്ടാമതും ഇവരെ നശിപ്പിക്കേണ്ട സമയം വന്നു. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ കണ്ണ് ഒരു മനുഷ്യനിൽ ചെന്ന് പതിച്ചു. നോഹയ്ക്കും അങ്ങനെയായിരുന്നല്ലോ, ദൈവത്തിന്റെ പ്രത്യേക കരുണ ലഭിച്ചു. എന്നാൽ വീണ്ടും ഈ മനുഷ്യൻ ഇതുപോലെ മറുതലിച്ചു വന്നപ്പോൾ ഒരു മനുഷ്യനിൽ ദൈവത്തിൻ്റെ കണ്ണ് ചെന്ന് പതിച്ചു. ആ മനുഷ്യനെ ദൈവം ഒരു സ്ഥലത്ത് നിന്ന് വിളിക്കുകയാണ്. ആ മനുഷ്യൻ്റെ പേരാണ് അബ്രഹാം. ശരി, അബ്രഹാം. നോക്കുക, 12-ാം അധ്യായം എടുത്തേ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം. ഒരു കാര്യം ഓർക്കണം, 11 അധ്യായമേ എടുത്തുള്ളൂ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, ജലപ്രളയം, ഇങ്ങനെയുള്ള രാഷ്ട്രങ്ങളുണ്ടാകുന്നത്, ഇതെല്ലാം പറയാനായിട്ട് 11 അധ്യായം എടുത്തുള്ളൂ. 12-ാം അധ്യായത്തിൽ ഒരു രാഷ്ട്രത്തിൻ്റെ ചരിത്രം ആരംഭിക്കുക. ശരി. അവിടം തൊട്ട് വേദപുസ്തകം അവസാനിക്കുന്നത് വരെ ആ രാജ്യത്തിൻ്റെ ചരിത്രമാണ്. അത് വളരെ ആശ്ചര്യകരമായ ഒരു ഇൻസൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുകയാണ്. അതെ, അതാണ് ആ രാഷ്ട്രം എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ സന്തതികളാണ്. അബ്രഹാമിൻ്റെ സന്തതികളാണ്. എന്നാൽ
നമ്മൾ ഓർക്കും അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ, നമ്മൾ ഓർക്കണം, ഇവിടെ ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞു 12-ാം അധ്യായത്തിൽ. നീ നിന്റെ ദേശം, ഒന്നാം വാക്യം നോക്കിയാട്ടെ. ദൈവമായ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. നീ നിന്റെ ദേശത്തെ വിടണം, ചർച്ചക്കാരെ വിടണം, പിതൃഭവനത്തെ വിടണം. ഇന്നങ്ങനെ പറഞ്ഞ് ആരെങ്കിലും ചെയ്യുമോ? വിഷമമുള്ളൊരു കാര്യമാണ്. ഒന്നാമത് അന്ന് ഗോത്രവർഗങ്ങളുടെ വലിയ ബന്ധങ്ങളുള്ള കാലഘട്ടമാണ്. ട്രൈബൽ ബെൽറ്റ്. വളരെ ഹൃദ്യമായിട്ട് ഒരുമിച്ച് അവർക്ക് മരിച്ചടക്കപ്പെടുന്നത് അവരുടെ പിതാക്കന്മാരെ അടക്കിയ സ്ഥലത്ത് വേണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പറഞ്ഞ് നിന്റെ വീട് മറക്കണം, നിന്റെ കൂട് മറക്കണം, നിന്റെ ദേശം മറക്കണം, നീ പോകണം. എങ്ങോട്ടാന്ന് പോലും പറഞ്ഞില്ല. ഞാനൊരു ദേശം നിന്നെ കാണിക്കും, അവിടോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ദൈവം അത് അനുസരിക്കുമോ എന്ന് ദൈവം നോക്കുകയാണ്. പക്ഷേ അബ്രഹാം ആ ചുവടുകൾ എടുത്ത് വെക്കുകയാണ്, അനുസരണത്തിൻ്റെ ചുവടുകൾ. ആ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ പിന്നീടൊരു പ്രത്യേക വിധത്തിലാണ്. കാരണം ലോകത്തിലുള്ള എല്ലാ മനുഷ്യനും തെറ്റിപ്പോയപ്പോൾ ഈ ഒരു മനുഷ്യൻ ദൈവത്തെ അനുസരിപ്പാൻ എങ്ങോട്ടെന്ന് അറിയാതവൻ പോകുകയാണ്. അവനെ ദൈവം വേർതിരിച്ച് എന്തിനാണെന്നറിയാമോ? അതിന് 18-ാം അധ്യായം എടുത്താട്ടെ. ഇവനെ വേർതിരിച്ചെടുത്തതിന്റെ കാരണം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം. എന്നോട് ചോദിച്ച ചോദ്യം ഇവർക്ക് എന്നാ പ്രത്യേകത എന്ന്. അതെ, എന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ആ സംശയം കിടക്കുക. അതിന് 19-ാം വാക്യം വായിച്ചേ. 18-ാം അധ്യായം 19-ാം വാക്യം. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത്, അവന് നിവൃത്തി കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തൻ്റെ പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മനസ്സിലായോ? ഇവരെ എന്തിനാ ദൈവം തിരഞ്ഞെടുത്തത്? അനീതി നിറഞ്ഞ ലോകത്തിൽ, കറപ്ഷനും വയലൻസും നിറഞ്ഞ ലോകത്തിൽ, പാപത്തിൽ മുഴുകിയ ലോകത്തിൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും മറ്റുള്ളവർക്ക് ബോധമാക്കി കൊടുക്കുവാൻ അവനെ അവൻ്റെ മക്കളെയും ദൈവം തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ വലിയൊരു ലക്ഷ്യം അതായിരുന്നു. അവരെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം മറ്റു മാനവരാശിയെ സ്നേഹിക്കാഞ്ഞല്ല, മറ്റുള്ളവരെ ദൈവം സ്നേഹിച്ചു. പക്ഷേ അവർ തോന്നി പോലെ ജീവിച്ചു. അതെ, അവരെ തള്ളിക്കളയാതെ ഈ വെളിച്ചം, സത്യം, നീതിയും ന്യായവും ദൈവത്തിൻ്റെ വഴികളെയും പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു കുടുംബത്തെ എടുത്ത് അവരിലൂടെ ഈ സത്യങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചു. അപ്പോൾ അത് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഒരു കരുണയായിട്ട് കാണാം. ദൈവത്തിൻ്റെ കഠിന പ്രവൃത്തി അല്ല. അതാണ് ഇവിടെ ഈ ജനത്തെ പ്രത്യേകം വേർതിരിച്ചെടുത്തതിൻ്റെ കാരണം. നോക്കുക, ദൈവത്തിൻ്റെ കണ്ണ് പോയി പതിച്ചു. നമ്മൾ ഓർക്കണം, മെസപ്പൊട്ടോമിയയിൽ നിന്ന് അവനെ വിളിക്കുക. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിലുണ്ട്. മെസപ്പൊട്ടോമിയ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രീക്ക് വാക്കാണ്, ബിറ്റ്വീൻ ടു റിവേഴ്സ് എന്ന, രണ്ട് നദികളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ മധ്യപൂർവ്വ ദേശത്തിലെ ഇപ്പോഴത്തെ മാപ്പ് വെച്ച് നോക്കുമ്പോൾ അതെവിടെയാ? അത് ഇറാഖിലൂടെ ഒഴുകുക, യൂഫ്രട്ടസും ടൈഗ്രീസും നദികൾ. നോക്കുക, രണ്ട് നദികൾ മധ്യപൂർവ്വ ദേശത്തിൽ കൂടെ ഒഴുകുക എന്ന് പറഞ്ഞാൽ അവിടെ ഫലഭൂയിഷ്ഠമായ ഒരു ദേശമാണ്. ഇന്ന് പിന്നീട് ചരിത്രത്തിൽ ബാബിലോൺ എന്ന് പറയുന്ന ചരിത്രഭാഗം, അവിടെ ഈ രണ്ട് നദികളുടെ ഇടയിൽ പാർത്തിരുന്ന ഈ മനുഷ്യനെ ദൈവം കൊണ്ടുപോയി എവിടെ കൊണ്ടുവന്നതെന്നറിയാമോ? ബർഷേബ എന്ന് പറയുന്ന സ്ഥലം. അതെവിടെയായിട്ടാ? ഇന്നത്തെ ഇസ്രയേലിൻ്റെ നെഗവ് മരുഭൂമി ആരംഭിക്കുന്ന അവിടെയാണ്. അത് ശരി. അപ്പോൾ അവന് നോക്കുക, അത്രയും ഫലഭൂയിഷ്ടമായൊരു ദേശത്ത് നിന്ന് ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവരിക. മരുഭൂമിയിൽ അവിടെ പാർത്തു, ദൈവത്തെ നോക്കിക്കൊണ്ട് അവിടെ പാർത്തു. തിരുവചനത്തിൽ വായിക്കുന്നു, ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ളൊരു പട്ടണത്തെ നോക്കി പാർത്തുകൊണ്ട് ജീവിക്കുക. അദ്ദേഹം ഒരു വീട് പണിതില്ല. അദ്ദേഹം ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് ആ ജീവിച്ച മനുഷ്യനാണ് ഈ അബ്രഹാം. എൻ്റെ സ്നേഹിതനായ അബ്രഹാം എന്നാണ് ദൈവം വിളിച്ചത്. പിന്നീട് ദൈവം അങ്ങനെ അഡ്രസ്സ് വിളിച്ചത് മാത്രമല്ല, ദൈവം മാനവരാശിയോട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും ഞാൻ ഇന്ന ആളുടെ അനന്തരവനാണ്, അല്ലെ ഇന്ന ആളാണ്, സോ ആൻഡ് സോ എന്ന് പറയും. കുടുംബത്തിൽ ആരെങ്കിലും പ്രസിദ്ധരായവരുണ്ട്, അവരുടെ പേര് ചേർത്ത് പലപ്പോഴും പറയും. അബ്രഹാം, ദൈവം പറയുന്നു, ഞാൻ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെ യാക്കോവിൻ്റെ ദൈവമാണ്. ഐ ആം ദ ഗോഡ് ഓഫ് അബ്രഹാം ആൻഡ് ഐസക് ആൻഡ് ജേക്കബ്. ദൈവത്തിന് ഒരു കെയർ ഓഫ് പറയുവാൻ തിരഞ്ഞെടുത്തൊരു മനുഷ്യനാണ് ഈ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ. വാസ്തവത്തിൽ ഈ അബ്രഹാമിനെ ദൈവം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? ദൈവം എന്തുകൊണ്ട് അബ്രഹാമിനെ അനുഗ്രഹിച്ച ഒരു രാഷ്ട്രമാക്കി തീർത്തു? ദൈവം പക്ഷഭേദം കാണിക്കുകയാണോ? ദൈവത്തിന് മുഖപക്ഷമുണ്ടോ? എന്നൊക്കെയുള്ള സംശയങ്ങൾക്ക് വളരെ കൃത്യമായൊരു മറുപടി ആയിട്ട് എനിക്കിത് തോന്നുകയാണ്. കാരണം ദൈവം വിളിച്ചാൽ
ദൈവത്തിൻ്റെ വിളിക്ക് യേസ് പറയാം, നോ പറയാം. അതിനുള്ള സ്വാതന്ത്ര്യം ഇന്നും മനുഷ്യനുണ്ട്. എല്ലാ കാലത്തെ മനുഷ്യർക്കും ആ സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വിളിക്കും ദൈവത്തിൻ്റെ അനുസരണത്തിനും ദൈവം ആവശ്യപ്പെട്ടതായിരിക്കുന്ന നീതി നിയമത്തിനും വിധേയപ്പെടാതെ ദൈവത്തോട് മത്സരിച്ച് ദൈവത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതായിരിക്കുന്ന ജനതയെ ദൈവം നശിപ്പിച്ചു. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവം ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണുന്നു, അവരെ വിളിക്കുന്നു, തൻ്റെ കൽപ്പനകൾ കൊടുക്കുന്നു, അനുസരിക്കണമെന്ന് പറയുന്നു. അതനുസരിച്ചാൽ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് ആമേൻ പറഞ്ഞാൽ, യേസ് പറഞ്ഞാൽ എന്തുമാത്രം ആണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ആ കുടുംബത്തിൻ്റെ മേൽ അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിൻ്റെ മേൽ വരുന്നത് എന്നുള്ളത് നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു സത്യമാണ്. ഈ അബ്രഹാമിൻ്റെ തിരഞ്ഞെടുപ്പും അബ്രഹാമിൻ്റെ സന്തതികളെ പിന്നീട് രാഷ്ട്രമായിട്ട് ദൈവം അനുഗ്രഹിച്ച് മുന്നോട്ട് നയിച്ചു എന്നുള്ളതായിരിക്കുന്ന വലിയൊരു സത്യവും. ഞങ്ങളുടെ ഈ പ്രോഗ്രാം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും എനിക്ക് ഇതിനിൽ നിന്നും കിട്ടുന്നൊരു ചിന്ത കേട്ടോ സാറേ, ഈ ദൈവത്തിൻ്റെ വിളി, സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതമോ സഭയോ അല്ലെങ്കിൽ സഭാപരിവർത്തനമോ പേരുമാറ്റമോ മതം പരിവർത്തനമോ ഒന്നും അല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം. ജീവിക്കുന്നൊരു ദൈവമുണ്ട്, സൃഷ്ടാവായിരിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന് എന്നെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. അപ്പോൾ ആ ദൈവിക പദ്ധതിക്ക് ഞാൻ യേശു പറയാൻ അനുകൂലമായി പ്രതികരിക്കാനായിട്ട് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അനുകൂലമായി പ്രതികരിക്കാം, പ്രതികൂലമായിട്ടും നമുക്ക് പ്രതികരിക്കാനായിട്ട് സാധിക്കും. എൻ്റെ പ്രതികരണം എങ്ങനെ ഇരിക്കുന്നു? തീർച്ചയായിട്ടും ആ ദൈവവിളിക്കും ദൈവത്തിൻ്റെ നിയമങ്ങൾക്കും നമ്മൾ അനുകൂലമായിട്ട് പ്രതികരിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടും, നമ്മളും നമ്മുടെ തലമുറകളും നമ്മുടെ രാഷ്ട്രങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഈ ചരിത്രത്തിൽ നിന്നും പറയാമല്ലോ അല്ലേ? അതിൻ്റെ കൂടെ ഒന്നുകൂടെ ചേർത്ത് പറയണം. ദൈവം വിളിച്ചപ്പോൾ വേർപെടാൻ തനിക്ക് മനസ്സുണ്ടായി. അതെ അതെ, ഈ നമ്മുടെ ഈ കൂട്ടുകുടുംബം പോലെയുള്ള ഒരു സിസ്റ്റം നമുക്കുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്നും ആ കൂട്ടുകുടുംബത്തിൽ നിന്ന് നീ എൻ്റെ വിളി കേട്ട് കാണിപ്പാനിരിക്കുന്ന, അതും ഏത് പഠനമൊന്നും പോലും പറയുന്നില്ല, അങ്ങോട്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് അബ്രഹാം അനുസരണം കാണിച്ചത്. ബ്രദർ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് അനേകർ വ്യർത്ഥമായ പിതൃ പാരമ്പര്യം, ആ പാരമ്പര്യത്തിൽ മുറുകെ പിടിക്കുമ്പോൾ, ആ പാരമ്പര്യത്തിൽ മുറുകെ പിടിച്ചിരുന്നൊരു സമൂഹമായിരുന്നു പുരാതന സമൂഹം. ആ സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവത്തിന് വേണ്ടി വേർതിരിയുവാൻ, തൻ്റെ കുടുംബത്തെക്കാട്ടിലും ദേശക്കാരെക്കാട്ടിലും പ്രാധാന്യത ദൈവത്തിനാണെന്ന് ഗ്രഹിച്ചുകൊണ്ട് വേർപെടാൻ മനസ്സുള്ള ഒരു മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ അബ്രഹാമിനെ ഒരു ദൃഷ്ടാന്തമാക്കി വെച്ചിരിക്കുക. ഇന്നും അത് തന്നെ സംഭവിക്കുന്നു. ഇന്നും വേർപെടാൻ മനുഷ്യന് മനസ്സില്ല. ദൈവത്തിൻ്റെ വിളി കേൾക്കുമ്പോൾ അതിനോട് തിരസ്കരിക്കുന്ന മനുഷ്യനെ അബ്രഹാമിനെ മാത്രം ഓർത്താൽ മതി. തീർച്ചയായിട്ടും അബ്രഹാം നമുക്ക് വേർപാടിൻ്റെ നല്ലൊരു പ്രമാണം കാണിച്ചു തരുന്ന ഒരു അനുഗ്രഹീത ദൈവഭക്തനാണ്, ദൈവഭൃത്യനാണ്. ദൈവത്തിൻ്റെ വിളിക്ക് അനുകൂലമായി പ്രതികരിച്ചതിനാൽ ദൈവം തന്നെയും തൻ്റെ ജനതയെയും തൻ്റെ തലമുറകളെയും എങ്ങനെ അനുഗ്രഹിച്ചു, അത് വാസ്തവത്തിൽ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതെ അതെ. വീണ്ടും നമ്മൾ ഓർക്കണം, ഈ അബ്രഹാമിൻ്റെ മക്കളാണ്, നമ്മൾ ആ ഭാഗം എടുക്കാൻ പോവുകയാണ്. അബ്രഹാമിൻ്റെ മക്കളാണ് ഈ യഹൂദന്മാരും അതുപോലെ തന്നെ അറബികളും. ഓ അത് ശരി, യഹൂദന്മാരും അറബികളും അബ്രഹാമിൻ്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ചതാണ്. എന്നാൽ ദൈവം അനുഗ്രഹങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത്, ഈ ആത്മിക അനുഗ്രഹങ്ങൾ, അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അനുഗ്രഹം അതിൻ്റെ കാരണം ആത്മികമായ കാര്യങ്ങൾക്ക് താല്പര്യം കൊടുത്തവരാണ് ഇസഹാക്കും യാക്കോബും ഇവൻ്റെ കൊച്ചുമക്കളും. അത് ദൈവത്തിലൂടെ കാണാൻ സാധിക്കും. എന്നാൽ മറുഭാഗത്ത് അബ്രഹാമിൻ്റെ മക്കളായ ഏശാവും ഇസ്മായിലും ഒക്കെ അവർ ജഡീകമായ കാര്യങ്ങൾക്ക് വേണ്ടി തൽപരരായി തീർന്ന വ്യക്തികളാണ്. അതുകൊണ്ട് അനുഗ്രഹങ്ങൾ, അതിൽ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ ഇവർക്കാണ്. ഇവരുടെ മക്കളെ ഒരു വാക്യം എടുത്ത ആവർത്തന പുസ്തകം, നമ്മൾ ഈ യഹൂദൻ ഇന്ന് പ്രാധാന്യത അർഹിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ ഒരു ചിന്താവിഷയമായി ജാതി മതഭേദമന്യേ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ 7-ാം അധ്യായത്തിൽ ആവർത്തനം 7-ലെ ഒരു വാക്യം ബ്രദർ ഒന്ന് വായിച്ച്, 6-ാം വാക്യം. അവരെ ആവർത്തന പുസ്തകം 6-ാം അധ്യായം 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, 7-ന്റെ 6-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. അടുത്തത്, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. യെസ്, അവിടെ നോക്കുക, എ സ്പെഷ്യൽ ട്രഷർ അബവ് ഓൾ അതർ നേഷൻ. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന്. ലുക്ക് അറ്റ് ദാറ്റ്. I have chosen you to be a special treasure above all other people in the world. ലോകത്തിലുള്ള മറ്റെല്ലാ രാഷ്ട്രങ്ങളെക്കാട്ടിലും ജനങ്ങളെക്കാട്ടിലും നിന്നെ ഒരു പ്രത്യേക ട്രഷറായി എനിക്ക് വേണ്ടി ഇവിടെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു വിശുദ്ധ ജനം. വിശുദ്ധി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വേർതിരിയാന്ന്. നിന്നെ ഞാൻ വേർതിരിച്ചിരിക്കുക.
അശുദ്ധിയിൽ നിന്ന് വേർതിരിച്ചെന്ന് മാത്രമല്ല, ദൈവത്തെങ്കിലേക്ക് അവനെ വേർതിരിച്ചു. ദൈവത്തിന് വേണ്ടി അല്ലേ? ദൈവത്തിന് വേണ്ടി വേർതിരിച്ചു. അങ്ങനെ വേർതിരിച്ചെടുത്തൊരു ജനമാണ് യഹൂദന്മാർ. ദൈവം ആ നിയമം ഓർത്തു എന്നുള്ളത് മാത്രമാണ് ഇന്നവർ കനാനിൽ കാണപ്പെടുന്നത്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അത് യാഥാർത്ഥ്യമാണ്. അത് ദൈവത്തിൻ്റെ എഴുതപ്പെട്ട ശാശ്വതമായിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കുന്ന സത്യപ്രഖ്യാപനമാണ്. ഒരപ്പന് തൻ്റെ മക്കൾക്ക് അവകാശമായിട്ട് സ്ഥലം കൊടുക്കുവാനായിട്ടുള്ള ഫ്രീ വിൽ ഉള്ളതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ദൈവമാണെന്ന് പൂർണ്ണമായിട്ടും അംഗീകരിക്കുവാൻ ഈ സയൻസ് യുഗത്തിൽ ഇത് വല്ലതും ഈ അമ്മൂമ്മ കഥകൾ വല്ലതും പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്ന മാന്യ പ്രേക്ഷകരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. വിശുദ്ധ ബൈബിൾ സത്യമാണെന്നും ഇത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഗ്രന്ഥമാണെന്നും വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് സൃഷ്ടിവാദികളായ ശാസ്ത്രജ്ഞന്മാർ ഇന്നും ഉണ്ടല്ലേ? ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം ശാസ്ത്രജ്ഞന്മാർ എഴുതിയിരിക്കുന്ന നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. ദ മോഡേൺ ക്രിയേഷൻ ട്രയോളജി, ഇത് വാസ്തവത്തിൽ അനേക സൃഷ്ടിവാദികളായ ശാസ്ത്രജ്ഞന്മാർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ധാരാളം ജേർണൽസും ആർട്ടിക്കിൾസും പുസ്തകങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ്. സയൻസ് ആൻഡ് ക്രിയേഷൻ, അതിൻ്റെ വോളിയം 2, വോളിയം 3, ഇതെല്ലാം വളരെയധികം നമുക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കുന്ന പുസ്തകങ്ങളാണ്. ഡോക്ടർ ഹെൻറി എം മോറിസ്, ഡോക്ടർ ജോൺ ഡി മോറിസ്, ഇവരൊക്കെ വളരെ ലോകപ്രസിദ്ധരായ ശാസ്ത്രജ്ഞന്മാരാണ്. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ അവിടുന്ന് യെരൂശലേമിലെ യഹൂദൻ്റെ ദേവാലയത്തിലേക്ക് 2 പ്രാവശ്യം വന്നിട്ടുണ്ടല്ലേ? ആ ദേവാലയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ, കുറേ കൊച്ചുകുട്ടികൾ, കുറേ പൊട്ടന്മാർ, കുറേ കുരുടന്മാർ, ദാവീദ് പുത്രൻ ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ഉച്ചത്തിൽ ഹോശന്ന പാടി ആ ദൈവപുത്രൻ്റെ സ്വാഗതമരുളി. എന്നാൽ അന്നും ജീവിച്ചിരുന്ന നേതാക്കന്മാർ, യഹൂദമതത്തിൻ്റെ നേതാക്കന്മാരും പുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും പറഞ്ഞു, ഇവരെ നിരുത്സാഹപ്പെടുത്തണം. കർത്താവെ, അങ്ങ് കേൾക്കുന്നുണ്ടോ ഇവരെന്നാ പറയുന്നതെന്നുള്ളത്? കർത്താവ് പറഞ്ഞു, ഉണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്. ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും. അല്ലേ സാറേ? അതെ, കല്ലുകൾ ആർത്തു വിളിക്കും. അപ്പോൾ ഈ മശിഹയെ കണ്ണു തുറന്ന് കാണാനുള്ള ഭാഗ്യം ലഭിച്ചവർ കർത്താവിൻ്റെ കഴുതകളാണെന്ന് ചിലപ്പോൾ ലോകം പരിഹസിച്ചെന്ന് വരും. എന്നാൽ കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു പ്രസ്താവന നടത്തുവാൻ സന്തോഷിക്കുകയാണ്. അന്ന് കൈസർ ചക്രവർത്തിമാർക്ക് കുതിരകളുണ്ടായിരുന്നു. കുതിരകളുടെ പുറത്താണ് അവർ യാത്ര ചെയ്യുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു യാത്ര ചെയ്തത് ഒരു കഴുതപ്പുറത്താണ്. എന്നാൽ അവിടുന്ന് കുതിരപ്പുറത്ത് വരുന്നുണ്ട്. ആ വരവിനെക്കുറിച്ച് ബൈബിളിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലേ? ഒടുവിലത്തെ പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ വെള്ളക്കുതിരപ്പുറത്ത് മഹാപ്രതാപത്തോടുകൂടെ ലോകരാജ്യത്വം ഏറ്റെടുക്കുവാൻ വരുന്ന മശിഹ, ആ കർത്താവ് വേഗം വരുന്നുണ്ട്. അതുകൊണ്ട് കൈസറുടെ ഒരു കുതിരയായിട്ടിരിക്കുന്നതിനേക്കാൾ ഭാഗ്യം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഴുതയായിട്ട് ജീവിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു ജീവിതത്തിന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന യഹൂദന് അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയ്ക്ക് വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്തം ദൈവം ഓർത്തു. അതുപോലെ ദൈവം നമ്മളോട് ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, ഗോഡ്സ് പ്രോമിസസ്, ദൈവം എപ്പോഴും ഓർക്കും. അതുകൊണ്ട് ദൈവത്തെ അനുഗമിച്ചു കഴിഞ്ഞാൽ ഞാൻ പരാജയപ്പെടും, ഞാൻ ഒരു പോഷനായി പോകും എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. സയൻസ് യുഗത്തിലെ ചെറുപ്പക്കാരോട് എനിക്ക് അപേക്ഷിക്കാനായിട്ടുള്ളൊരു കാര്യം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അവരുടെ ആദിമ പിതാവായിരിക്കുന്ന അബ്രഹാം യാത്ര പുറപ്പെട്ടതുപോലെ ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക. അബ്രഹാം പുറപ്പെട്ടു, അബ്രഹാം അത് വിശ്വസിച്ചു. അബ്രഹാമും അബ്രഹാമിൻ്റെ സന്തതികളും അന്നും ഇന്നും ഇനി ഭാവിയിലും അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ ഒരു താക്കോൽ ആയിട്ട് ഈ ചിന്തയെ ഞാൻ കാണുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നൊരു രാഷ്ട്രമുണ്ട്. നമ്മളതെങ്ങനെ ഉണ്ടായെന്നൊക്കെ ഉള്ളത് പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാം. 1-2 ലോകായുദ്ധമാണ് യഹൂദ രാഷ്ട്രം ഉണ്ടായത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം ഞാൻ പറയാം. അതെന്താണ്? അത് മനസ്സിലാക്കാൻ ലേവ്യ പുസ്തകം 26-ാം അധ്യായം എടുത്തേ. ഓഹോ, പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം. ഇത് മോശയിലൂടെ ദൈവം മുമ്പ് കൂട്ടി പറഞ്ഞതാണ്. 26-ന്റെ 41-42 ഒന്ന് വായിച്ചേ. ഞങ്ങളെ കേൾക്കുന്നവർ ഓർക്കണം, എന്തുകൊണ്ട് ഇന്നൊരു ഇസ്രായേൽ രാഷ്ട്രം, എന്തിനാണ് ഇന്നൊരു ഇസ്രായേൽ രാഷ്ട്രം കാണപ്പെടുന്നത്? 26-ാം അധ്യായം ലേവ്യ പുസ്തകം 41-42 എത്രയോ വർഷം മുമ്പ് പറഞ്ഞതാ. ഞാനും അവർക്ക് ഇത് ഏകദേശം എത്ര വർഷം മുമ്പാണ് പറയുന്നത്? ഇത് അവരൊരു രാഷ്ട്രമായി 3000 വർഷത്തിന് മുമ്പെങ്കിലും പറഞ്ഞു. 3000 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവചനമായത്. അതെ. എത്രാം വാക്യം? 41-ാം വാക്യം. ഞാനും
അവർക്ക് വിരോധമായി നടന്നു. ഞാനും ഇസ്രായേലിന് വിരോധമായി നടന്നു അല്ലേ? അവരെ ശത്രുക്കളുടെ ദേശത്ത് വരുത്തിയതും ഏറ്റുപറയുകയും അവരുടെ പരിച്ഛേദനയില്ലാത്ത ഹൃദയം അപ്പോൾ താഴുകയും ഇസ്രായേൽ തങ്ങളുടെ അകൃത്യത്തിന് ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ ഞാൻ യാക്കോവിനോടുള്ള എൻ്റെ നിയമം ഓർക്കും, ഇസഹാക്കിനോടുള്ള എൻ്റെ നിയമവും അബ്രഹാമിനോടുള്ള എൻ്റെ നിയമവും ഞാൻ ഓർക്കും, ദേശത്തെയും ഞാൻ ഓർക്കും. 44-ാം വാക്യം നോക്കിയേ. 44-ാം വാക്യം, എങ്കിലും അവർ ശത്രുക്കളുടെ ദേശത്തിരിക്കുമ്പോൾ അവരെ നിർമൂലമാക്കുവാനും അവരോടുള്ള എൻ്റെ നിയമം ലംഘിപ്പാനും തക്കവണ്ണം ഞാൻ അവരെ ഉപേക്ഷിക്കുകയില്ല, അവരെ വെറുക്കുകയുമില്ല. 43-ാം വാക്യത്തിൽ, അവർ ദേശം വിട്ടുപോയിട്ട് അവരില്ലാതെ അത് ശൂന്യമായി കിടന്ന് തൻ്റെ ശബത്തുകൾ അനുഭവിക്കും, അവർ എൻ്റെ വിധികളെ ധിക്കരിക്കുകയും. 45-ാം വാക്യത്തിൽ, ഞാൻ അവരുടെ ദൈവമായിരിക്കേണ്ടതിന് ജാതികൾ കാണുകെ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്ന അവരുടെ പൂർവന്മാരോട് ചെയ്ത നിയമം ഞാൻ അവർക്ക് വേണ്ടി ഓർക്കും. ഇവിടെ ഇത്രയും വാക്യങ്ങളിൽ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ ഓർക്കും ഓർക്കും ഓർക്കും? എന്താ ഓർക്കുമെന്നാ പറഞ്ഞേ? എൻ്റെ 42-ാം വാക്യത്തിൽ പറയുന്നത് എൻ്റെ നിയമം ഓർക്കും. അവിടെ 42 ഓർക്കുമെന്ന് പറഞ്ഞു, വീണ്ടും പറഞ്ഞു 42 ഞാൻ ഓർക്കുമെന്ന് പറഞ്ഞു, ദേശത്തെ ഞാൻ ഓർക്കും. 3 പ്രാവശ്യം അവിടെ പറയുന്നുണ്ട്. വീണ്ടും നമ്മൾ 46 വായിക്കുന്നുണ്ട്, നിയമം ഞാൻ ഓർക്കും. അങ്കിളെ, എനിക്ക് ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കണം, എന്താണ് ഒരു വഴി? വളരെ നല്ലൊരു ചോദ്യമാണ്. അനേകരുടെ ഹൃദയത്തിൽ ഉയരുന്നൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പശ്ചിമേഷ്യൻ യുദ്ധം വളരെയധികം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ചോദ്യത്തിൻ്റെ മറുപടി ഇസ്രായേൽ ചരിത്രം ആത്മാർത്ഥമായിട്ട് പഠിക്കുവാനായിട്ട് നിങ്ങൾക്ക് സഹായകരമായ ഒരു നല്ല ഗ്രന്ഥം പരിചയപ്പെടുത്തുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. 2000 years ഓഫ് ജൂയിഷ് ഹിസ്റ്ററി, ഒരു റബ്ബി എഴുതിയിരിക്കുന്നതാണ്. ചെയിൻ സ്കേപ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആധികാരികമായ ഒരു പഠനമാണ്. നിങ്ങൾക്കിത് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്.